ബാക്കിലാണ്. ഇവരൊക്കെ നല്ല സ്പീഡിലാണ് കളിക്കുന്നത്. ഞാൻ ഡ്രാഗ് ചെയ്യുന്നു. ഐ തിങ്ക് അതാ എനിക്കത് അറ്റാക്ക് ചെയ്യുന്ന ഏറ്റവും നല്ല മൂവ്. ഓഫ്, ബ്ലാക്ക് കൊണ്ട് ഇനി സ്കോളർ മേറ്റ് ചെയ്യാനാ? പ്രൊട്ടക്ട് ചെയ്തു. വെരി ഗുഡ് ഗായ്, വെരി ഗുഡ് ഗായ്. I'm gonna do the same. ഒരു സുഖമില്ലല്ലോ. ഓനെന്താ ഇവിടെ എന്താക്കാം? ഈ സ്ക്വയർ ഇപ്പം എന്ത് ആ ട്രേഡ് എടുത്ത് ഇതിനെടുത്താൽ എന്താ ഉണ്ടാവുക? അവൻ പെട്ടെന്ന് എടുത്തോ? അവനക്ക് എന്തോ പ്ലാൻ ഉണ്ട്. എൻ്റെ പോണിഞ്ഞ ഡബിൾ ചെയ്യാൻ മാത്രമല്ലേ? ഒരു സുഖമില്ലാത്ത കളി. ഇപ്പം എന്തോ ഭയങ്കര എന്തോ സ്ട്രക്ചറായിട്ടല്ല. ഇതിപ്പോൾ എനിക്ക് ഈ സ്ക്വയറിന് കൺട്രോൾ കിട്ടലടുത്തി. അറ്റാക്ക് ചെയ്യണ്ട്. ക്വീൻസായിട്ട് ക്യാൻസൽ ചെയ്യാനെന്നില്ല ഒരു പ്ലാനാണ്. അടുത്താൽ എന്താ ഉണ്ടാവുക? എൻ്റെ ഫോൺ സ്ട്രക്ചർ മുട്ട. ഓനും ക്വീൻസ് ആയിട്ടാ ചെയ്യും. എന്താ ചെയ്യുക? വി ആർ എ ക്വീൻസ് ഗൈസ്. ഇങ്ങോട്ട് പോയിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്താലോ? ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഈ പോൺസിനൊന്ന് മൂവായി കിട്ടുമല്ലോ. പോയിൻ്റൊക്കെ സെയിമാണ്. പക്ഷെ എൻ്റെ അല്ല, ഓൻ്റെ 2 ബിഷപ്പാണ് വയ്ക്കണത്. എൻ്റെ ഒരു ബിഷപ്പ് ഒരു നൈറ്റും. പക്ഷെ അങ്ങോട്ട് ട്രേഡ് ചെയ്യേണ്ടിയിരുന്നു. എന്നാലും ഉള്ളൊരു സുഖം. ഈ പോണിനെ അങ്ങോട്ട് നീക്കേണ്ടി വരുമെന്നാവോ? ഐഡിയ കിട്ടണില്ല. എന്തെന്നെ കാട്ടെ? ഇതിനെ ഒന്ന് എടുക്കുമോ? എടുത്താൽ നമ്മൾ ഇതുകൊണ്ട് എടുക്കും. പോണോണ്ട് എടുത്തിട്ട് ഇതിനും കൂടി അറ്റാക്ക് ചെയ്യും. ഈ പ്ലേഡ് ദിസ് റാൻഡം മൂവ് അല്ല. ഈ പോൺ ഞാൻ അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ഇപ്പം നമ്മളിൽ ഏതാണ് പ്രൊട്ടക്ഷൻ ഇല്ലാത്തത്? ഇതിനല്ലേ. ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പോൾ ഇതിനങ്ങോട്ട് നീക്കിയാൽ അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇനി ഏതിനാ പ്രൊട്ടക്ഷൻ ഇല്ലാത്തത്? ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്കൊന്നുകൂടി ഇങ്ങോട്ട് എടുക്കാനാണ് താല്പര്യം. അതിനെടുത്തു. അതുകൊണ്ട് എടുത്തു വിചാരിച്ച അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് എടുത്താൽ ടൈം ഈസ് വെരി വെരി പ്രോബ്ലമാറ്റിക്. നമുക്ക് നല്ലൊരു പൊസിഷനാണ് നമ്മളെ നൈറ്റിൻ്റെ ഇവിടെ. അതുകൊണ്ട് എടുത്തു തന്നെ. ഇപ്പോൾ തിരിച്ചെടുക്കാൻ വല്ല വഴിപ്പുണ്ടോ? ഇതിനെ പുഷ് ചെയ്യേണ്ടി വരും. പോൻ ആദ്യം എടുക്കും. അപ്പം നമുക്കൊരു ഡീസൻ്റ് ആയിട്ടില്ല
പോൺ സ്ട്രക്ചർ കിട്ടും. അവൻ്റെ ഈ പോണ് വീക്കാണ്. പക്ഷെ അപ്പം നമ്മളതിനെ ഇതുകൊണ്ട് ടാർഗറ്റ് ചെയ്യാൻ പോയാൽ ഈ നൈറ്റിന് ഇവിടേക്ക് കൺട്രോളുണ്ട്. പക്ഷെ നൈറ്റിന് മാത്രമേ ഉള്ളൂ. തിങ്ക് എന്തെങ്കിലും ഉണ്ടോ? ഈ ചങ്ങായി എന്താ ഇതിങ്ങനെ അനക്കണം? എനിക്കത് ഇഷ്ടമല്ലേ. ഇവൻ ഇങ്ങോട്ട് എടുക്കണം, എന്നിട്ടാണ് എടുക്കുമ്പോഴൊരു സുഖം. He doesn't want me to have that. അവന് ഈ പോണിന് അറ്റാക്ക് ചെയ്യണോ? ഈ പോണിന് ഓൾറെഡി ആ ക്വീൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ക്വീൻ ഓൺ D7 is attacking. If we take, I take with the rook. അപ്പോൾ റുക്ക് ഒന്നുകൂടി ആക്റ്റീവ് ആകും. പക്ഷേ ഈ സ്ക്വയർ ഭയങ്കര പേടിക്കണം. ക്വീനുണ്ട് ഇവിടെ, ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഈ പോണിനെ. നമുക്ക് എങ്ങനെ എടുക്കാം? ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? ചേട്ടാ ഓടുത്തില്ല. ഹി റിജക്റ്റഡ് ദാറ്റ് ഓഫർ. എടുക്കാൻ നല്ല ബോധൻ്റെ എടുത്തെടുത്തു വിചാരിച്ചു. 3 പോണാണ് ഡബിൾ അയക്കുന്നത്. എന്നിട്ട് ഇതിനൊരു പ്രൊട്ടക്ഷൻ അല്ലേ ഈ സ്ക്വയറിന്. വേറെ എന്തെങ്കിലും ഈ സ്ക്വയറിനെ ഇതാക്കണം. ചെങ്ങ എടുക്കണില്ലേ? അതുകൊണ്ട് എടുത്താലോ? നൈറ്റിനെ എടുത്താലോ? ക്വീൻ കൊണ്ട് എടുക്കാൻ ഫോഴ്സ് ആവും. അപ്പോൾ പിന്നെ എൻ്റെ അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ എന്തായാലും ടൈമില്ല അങ്ങനെ ചിന്തിച്ച് കളയാൻ. അല്ലോ അപ്പോൾ ഇതുകൊണ്ട് എടുത്താലും എൻ്റെ ക്വീനിനെ ഒരു ട്രേഡ് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടില്ലേ? പക്ഷേ ഇതിനെങ്ങോട്ടായാലും മാറ്റി ചെക്ക് കൊടുക്കാൻ പറ്റിയെന്നെങ്കിൽ. എനിക്ക് ടൈമില്ല. ഞാനെന്തേ ചിന്തിച്ചിരിക്കണം. പക്ഷേ ഈ ബിഷപ്പിന് പ്രൊട്ടക്ഷൻ അല്ല, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതിനിപ്പോൾ എന്താ ചെയ്യുക? എനിക്ക് ഇതിനൊന്ന് മൂവ് ചെയ്യണം. കാരണം ബാക്ക് റാങ്ക് നമുക്ക് that on E5. എന്തിനാന്നാവോ ഓപ്പൺ ഫയലിൽ ഇടുക എന്നുള്ളത്. ഇപ്പോൾ ഓൻ വിചാരിച്ചു ഞാൻ അത് കണ്ടിട്ടില്ലാന്ന്. ഈ ക്വീനില്ല ഇങ്ങനെയല്ലത്. പക്ഷെ നമ്മളെ ഐഡിയ എന്താ വെച്ചാൽ, അല്ലേ ഓനക്ക് നൈറ്റിനെ കൊണ്ട് എടുക്കാമല്ലോ അല്ലേ. ദാറ്റ് വിൽ പോസ് പ്രോബ്ലംസ്. നൈറ്റിനെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ D1 റുക്കിൻ്റെ ക്വീനിനെ അറ്റാക്ക് ചെയ്യാല്ലേ. നമ്മളെ ഐഡിയ എന്താ വെച്ചാൽ, നൈറ്റിനെ ഇതിനെ കൊണ്ട് എടുക്കുക. ഓൻ എന്തായാലും ക്വീനിനെ കൊണ്ട് എടുക്കണം. അപ്പോൾ റുക്ക് ട്രേഡ് നമ്മൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ഈ സ്ക്വയറിൽ കൺട്രോൾ പോകും. അല്ലടാ ഈ പോണിന് ഇതുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യണം ഞാൻ. അപ്പോൾ അത് വെറുതെ പക്ഷെ എന്തായാലും ഇപ്പോൾ ഷോർട്ട് ടേമൊക്കെയുള്ള ഒരു സ്ട്രാറ്റജിയായി. ചെക്ക് മെയ്റ്റ് ഒന്നും കാണാമല്ലോ ഇവിടെ എവിടെ. ഇറ്റ്സ് ഹാർഡ് ജസ്റ്റ് ഈസ് ഹാർഡ്. എനിക്ക് 4 മിനിറ്റ് വേണം. 6 മിനിറ്റ് നമ്മളെ എതിരാളികൾക്ക് എപ്പോഴും ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഏത് സ്ക്വയറാണോ അതിൽ വീക്ക്? അതോ ഓൺ ട്രേഡിന് സമ്മതിച്ചില്ലടാ. ഇതിന് അറ്റാക്ക് ചെയ്യണുണ്ട്. അത് കുഴപ്പമില്ല. അതിനൊന്നും അറ്റാക്ക് ചെയ്യൂല. വേറെ കാര്യം. ഈ ബിഷപ്പിന് എങ്ങനെയും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഇപ്പം എന്തൊക്കെ ചെയ്യാൻ പറ്റുക? ഈ സാധനത്തിന് എങ്ങനെയാണ് അറിയില്ല. റോങ് മൂവ് ആണോ? ക്യാൻ ഡു ദിസ് നോ. ഓ താങ്ക് യു. ഓൾക്ക് തോന്നിയോ കണ്ടിട്ടില്ല പാവം. ക്വീൻ ടു ദിസ്. ഞാനത് കണ്ടിരുന്നു. ഇപ്പം നമ്മൾ റുക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ഹിസ് പ്ലാൻ? ഇതിനെടുക്കാൻ പറ്റൂല. ഇതിനോ പ്രൊട്ടക്റ്റ് ചെയ്തൂലേ. ബട്ട് ദർ ഈസ് അനദർ പ്ലാൻ. ഞാൻ റുക്കിനെ സാക്രിഫൈസ് ചെയ്താലോ? ഒന്ന് അഥവാ എടുക്കുകയാണെങ്കിൽ ക്വീനിനെ കൊണ്ട് എടുക്കുക. പക്ഷെ എടുക്കുകയുണ്ടാവില്ല.
എന്നാലും അഥവാ എടുത്താലോ? ദാറ്റ്സ് അല്ല, വേറൊരു ഐഡിയ. ക്വീൻ ടു ദിസ്. ക്വീനിനെ മാറ്റിയാൽ ഇല്ല. റുക്കിനെ സാക്രിഫൈസ് ചെയ്താലോ? റുക്ക് സാക്രിഫൈസ്. ഈ വീഡിയോൻ്റെ ടൈറ്റിൽ റുക്ക് സാക്രിഫൈസ്. ചെസ് എവിടെ ഇപ്പോൾ? ചെസ് 19 അല്ലേ? യോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിന്തിച്ചൊരു മൂവിയാണ് കേട്ടോ. ഗോതം ചെസ് ആയ മാതിരി. ഇതൊക്കെ എന്താ വെറുതെ ആരംഭിച്ച. അപ്പോൾ എനിക്ക് ഈ സ്ക്വയർക്ക് മൂവിയാ. ചെക്ക് മീറ്റ് ആയോ? ചെക്ക് മീറ്റ് ഒലക്കാവോ? എനിക്ക് ഈ സ്ക്വയർ ഉണ്ട്. എന്തൊരു കഷ്ടമാണ്. നൈറ്റുകൾ ഒന്നുകൂടി ഓപ്പി ആക്കണം. ബട്ട് വി ഹാവ് ഓൾ ദി ചാൻസസ്. ഇങ്ങനെ പോയിട്ടൊരു ഇത് കൊടുക്കുക, ചെക്ക് കൊടുക്കുക. ചോന്തോണ്ട് എടുക്കും. പിന്നെ നമ്മൾ ഇതുകൊണ്ട് കാര്യമില്ല. ഓ ബ്രോ കിട്ടുന്നില്ല. പ്ലാൻ കിട്ടുന്നില്ല. ഇതെടുത്താൽ ഇതുകൊണ്ട് എടുക്കുക. ഇങ്ങനെ ഒരു നല്ലതുണ്ട് തോന്നുന്നു. ഇതുകൊണ്ട് എടുക്കുന്നു. ഇല്ലേ, എങ്ങനെ? ഒല്ലോ, നമ്മളെ റുക്ക് ഇവിടെ ഹാങ്ങിങ് ആട്ടോ. ആണ്. അതിനെടുത്ത് ട്രേഡ് ചെയ്താലോ എന്ന് ആലോചിച്ചോ. ഞങ്ങൾക്ക് പോണിന് എടുക്കണതിന് പകരം നമുക്ക് റുക്കിനെ എടുക്കാം. പറയണേക്കെ റുക്കിന് അതോ അപ്പോൾ ഇതുകൊണ്ട് എടുക്കാമല്ലോ അല്ലേ? അവനക്ക് നൈറ്റ് കൊണ്ട് എടുക്കേ. ബട്ട് ഓൾറൈറ്റ്. ഇത് മെയ്റ്റാണ്. അതല്ല, മെയ്റ്റ് അല്ലടാ. അപ്പോൾ അവൻ്റെ അപ്പോൾ തന്നെ ഇതായിരുന്നു. ഈ സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഈ സ്ക്വയറിനെ കൺട്രോൾ ചെയ്യണ്ടേ. ഒരു നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കി വരുമ്പോൾ ഇങ്ങനെ ഓരോരോ. ഇപ്പോൾ ഈ പോണിനെ തൽക്കാലത്തിന് എടുക്കാൻ നല്ല. ഈ നൈറ്റിന് എവിടേക്കെങ്കിലും ഒന്ന് അനക്കിയാൽ മതിയാണോ അവന്. ആ പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. പിന്നെ എന്താണ് അത്ര അത്യാഗ്രഹം? ഇതൊരു പാസ്റ്റ് പോണല്ലേ. ഈ സാധനത്തിന് എന്താ കാട്ടി എനിക്കറിയില്ല. എന്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ട് വെക്കുമോ? ഞാനെന്താ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുക, അല്ലാതെ നടക്കൂല. നൈറ്റിനെ അറ്റാക്ക് ചെയ്യുക. ഓനതിനെ പുഷ് ചെയ്തു വിചാരിച്ചോ. ഇറ്റ്സ് ഓൾറൈറ്റ്. കാം അത് മാത്രമാണ് ഇപ്പോൾ പറയേണ്ടത്. കാം ഡൗൺ. ഓന് ഈ നൈറ്റിനെ എങ്ങോട്ടേലും മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് മെയ്റ്റ് ഉണ്ട്. കാരണം ഓനക്ക് ഏത് സ്ക്വയർക്ക് മൂവ് ചെയ്താലും ഇവിടേക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വാട്ട് എൽസ് ക്യാൻ ഹി ഡു? പിന്നെ എങ്ങനെ? ഐ ഡോണ്ട് സീ എ മൂവ്. ബട്ട് ഹി ഇഗ്നോർഡ് ഇറ്റ്. ഞാനിപ്പോൾ ഇതിനെടുത്തു. ഓനൊന്നുകൂടിയും പുഷ് ചെയ്യും. ടൈം എടുക്കും. ഓനിവിടെ വന്ന് പിന്നെ ചെക്ക് കൊടുക്കലെടുത്തും. ബട്ട് അതിനടുക്കാണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധി തോന്നുന്നത്. ഇനി എനിക്ക് ഇവിടേക്ക് വന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് കുറച്ച് പണിയാണ്. പക്ഷെ അതേമാതിരിയാണ് ഓനക്ക് ആ റുക്കിനി മൂവ് ചെയ്യണം. അതും പണിയല്ലേ. പക്ഷെ ഓനക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ആ ഒരു സംഭവമാണ്. ഭയങ്കര ഉറപ്പിച്ചാലാണിത്. ഇഫ് യു മൂവ് ദിസ് റുക്ക്. എനിക്ക് തോന്നിയതാണ് സംഭവം. അവനെ പറഞ്ഞ കാര്യമില്ല. നമ്മളൊന്നുമില്ല. നമ്മൾ ഇതിനങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ചെക്ക് മേറ്റിന് ഇനി കുറച്ച് കാലയളവ് മാത്രം. ഇങ്ങോട്ടും കൂടി പുഷ് ചെയ്താൽ ഓനക്കിപ്പോൾ സ്ക്വയർ കൂടിയില്ല. ആകെ 2 സ്ക്വയർ. ഈ ഓനക്കിപ്പോൾ ഇനിയൊരു ചെക്ക് കിട്ടിയാലില്ലേ ഈ സ്ക്വയർക്കോ ഓനക്ക് പോകാം. ഇത് ചെക്ക് മേറ്റ് അല്ലേ? ഇത് ചെക്ക് മേറ്റാണ്. അടുപ്പിച്ചിട്ടോ. ആദ്യമായിട്ടാണ് അടുപ്പിച്ച് 2 കളിയിൽ നമ്മൾ ചെക്ക് മേറ്റ് കൊണ്ട് റിസൈൻ ചെയ്യാതെ ജയിക്കണം.